ഫ്രണ്ട്സ്, ഞാൻ ആശ ബിനോജി. ആശാസ് കിച്ചൺ കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ കുറച്ച് നാളിന് ശേഷം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. നാളെ ഈസ്റ്റർ ഒക്കെ അല്ലേ, നമുക്കൊരു അടിപൊളി എല്ലുകറിയിൽ തുടങ്ങാം. ഇതിനു മുന്നേ ഞാൻ 2-3 ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ. അപ്പം നമുക്ക് കറി ഉണ്ടാക്കുന്നത് തുടങ്ങിയാലോ? കഴുകി വാരി വെച്ചിരിക്കുന്ന എല്ലോട് കൂടിയുള്ള ബീഫാണ്. നെയ്യും കൂടെ ചേർന്നിട്ടാണ്. പിന്നെ ഇതിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഏത് മസാല എടുത്താലും അതിൻ്റെ നേർപകുതി ഞാൻ ഈ ഇറച്ചിയിലേക്ക്, അതായത് ഏത് ഇറച്ചി എടുത്താലും അതിലേക്ക് ആഡ് ചെയ്ത് വേവിക്കാറുണ്ട്. എന്നാലേ നമ്മുടെ ഇറച്ചിക്കൊരു ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാ മസാലകളും പകുതി ഞാൻ ഇതിനകത്തോട്ടിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് കൂട്ടി ഇളക്കി, മസാലകളൊക്കെ ആ ഇറച്ചിയിലൊന്ന് പിടിച്ച് നന്നായിട്ട് കൂട്ടി അങ്ങോട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിത് കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പം കുക്കറ് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അത് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം പാത്രം വെച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്തു. ഒരു 4-5 സവോള അരിഞ്ഞ് വെച്ച് അങ്ങോട്ട് വഴറ്റിയെടുക്കാനായിട്ട് ഇട്ടു. ഇത് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടച്ചു വെച്ചൊന്ന് വേവിച്ചു. അത് കഴിഞ്ഞ് കറിവേപ്പില ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി മസാലകൾ, ആ പകുതി മാറ്റി വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ചേർത്ത് കൊടുക്കണം. ആ മസാലകളും നമുക്ക് ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് മസാലയൊക്കെ എന്നിട്ട് ചൂടാകുന്നിടം വരെ നമുക്കത് വെയിറ്റ് ചെയ്യണം. അതായത് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. നമ്മുടെ സവോളയൊന്ന് വെന്ത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനെ ആ ചാറോടുകൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ വേറെ വെള്ളം ചേർക്കുന്നില്ല. അപ്പം അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് നമുക്കൊരു കറുവാപ്പട്ട ഇട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ ഒരു മണത്തിന് വേണ്ടിയാണത്. അതിട്ട് കൊടുത്ത് വെന്ത് വന്നു കഴിഞ്ഞ ശേഷം ഒരു 2 നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതും ബീഫിൻ്റെ മണത്തിന് വേണ്ടിയാണ്. ആ ഒരു ഒറിജിനൽ മണം കിട്ടാൻ വേണ്ടി, നല്ല കറിക്ക് നല്ലൊരു മണം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കായപ്പൊടി ചേർക്കുന്നത്. അപ്പം നമ്മുടെ അടിപൊളി എല്ലുകറി ഇവിടെ നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അടിപൊളി എല്ലുകറി, ബീഫിൻ്റെ എല്ലുകറി ഇവിടെ റെഡിയാണ്. അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി ഈസ്റ്റർ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും തുടർന്ന് എൻ്റെ വീഡിയോകൾ ഈ ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ